തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. താനൂരിനെ ദുഃഖത്തിലാഴ്ത്തി 2 വിദ്യാർത്ഥികളുടെ തൂങ്ങി മരണം. താനൂർ ഒഴൂർ വെട്ടുകുളത്താണ് അടുത്തടുത്ത ദിവസങ്ങളായി 2 വിദ്യാർത്ഥികൾ തൂങ്ങി മരിച്ചത്. 20ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. തിരൂർ PWD ഓഫീസർ വെട്ടിക്കുളങ്ങര പ്രേംകുമാറിൻ്റെ മകൾ ഇന്ദുലേഖ, കല്ലുവെട്ടുകുഴിയിൽ സുബ്രഹ്മണ്യൻ്റെ മകൾ സുസ്മിത എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും അവരവരുടെ വീട്ടിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ചയാണ് ഇന്ദുലേഖയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരൂർ ഡയറ്റിലെ TTC വിദ്യാർത്ഥിനിയായിരുന്നു ഇന്ദുലേഖ. വീട്ടിലെ ബെഡ്റൂമിലാണ് ഇന്ദുലേഖയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രൂപികയാണ് മാതാവ്. രാഹുൽ ദേവാണ് ഇന്ദുലേഖയുടെ സഹോദരൻ. അതേസമയം ഇന്നലെയാണ് താനൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയായ സുസ്മിതയെ ഏരനല്ലൂരിലെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ഇന്ദുലേഖയുടെ വീടിന് അടുത്താണ് സുസ്മിതയുടെ വീട്. താനൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്കാരം ഇന്ന് നടക്കും. സുശീലയാണ് മാതാവ്, സുഭാഷാണ് സഹോദരൻ. അടുത്തടുത്തായി 2 മരണം നടന്നത് ഒഴൂർ വെട്ടുകുളത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന 2 വിദ്യാർത്ഥിനികളുടെ മരണം അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരെ ദുഃഖത്തിലായിത്തിരിക്കുകയാണ്. അതേസമയം ഇരുവരുടെയും മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.